സോ ഇന്ന് നമുക്കത് 28 ഡേയ്സ് മാത്രമാണ് ഡബിൾ എൻ്റെയും ടാക്സ് എക്സാമിനും ബാക്കിയുള്ളൂ. സോ നമുക്ക് ഈ 28 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ 2 സബ്ജക്റ്റും പക്കയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇന്ന് നമുക്ക് എന്തായാലും മൺഡേ ആണ്. മൺഡേ നമുക്ക് നോർമലി ക്ലാസ് ഉള്ളതാണ്. ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല. എന്നാലും നമ്മൾ ലക്ഷ്യയിൽ സ്റ്റഡി ഹാളിൽ പോയിട്ട് നമ്മുടെ ലൈബ്രറിയിൽ പോയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പോകണം. സോ അതിന് മുന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ ഇന്ന് ഫുഡ് ദോശ ആൻഡ് പീനട്ട് ബട്ടർ അത് കഴിച്ചിട്ട് വേഗം റെഡി ആയിട്ട് ലക്ഷ്യയിലോട്ട് പോകും. സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടി ആക്കി കഴിഞ്ഞു. ഇനി ബാഗും പാക്ക് ചെയ്യണം. ഇന്നത്തെ ഡേയും പ്ലാൻ ചെയ്യണം. സോ ഇന്നത്തെ ഡേ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ നോഷൻ കലണ്ടറിലാണ്. അപ്പോൾ 8:34 ആയിട്ടുണ്ട് ടൈം. നമുക്ക് കൃത്യം ഒരു 10 മിനിറ്റ്സ് ഇന്ന് എന്തൊക്കെ പഠിക്കണമെന്ന് ഇന്ന് പ്ലാൻ ചെയ്യണം. ഇന്ന് മെയിൻലി ടാക്സാണ് ഫോക്കസ് ചെയ്യുന്നത്. ടാക്സും ഡബിൾ എ ചെറുതായിട്ട് ടൈം അപ്പോർച്ച്മെൻറ്റ് 80-20% നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് ഒന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല ടാക്സിൽ. സോ ടാക്സ് ആദ്യം ഒരു നല്ലൊരു പുഷ് കൊടുക്കണം. പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അതിലും എൻ്റർ ചെയ്യണം. സോ 2 ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്നാണ് ടാക്സിൽ പ്ലാൻ. പിന്നെ എന്തായാലും പ്ലാൻ ചെയ്തിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് കാണാം. അതിന് നമ്മൾ ഇന്നത്തെ ഡേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 ടാക്സ് ക്ലാസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡബിൾ എയുടെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സസ് മീൻസ് നമ്മളത് പഠിക്കുന്ന വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കാനുള്ള മെറ്റീരിയലും ഉണ്ടാവും. ടോട്ടലി അതാണ് ഇന്നത്തെ പ്ലാൻ. ഈ റെഡ് കാണുന്ന ഫുൾ സ്റ്റഡി സെക്ഷനാണ്, ബാക്കി ബ്ലൂ ബ്രേക്ക് സെക്ഷനും. ആൻഡ് ദാറ്റ്സ് ഓൾ. ഇത് എക്സാക്ട്ലി ഇതേപോലെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതാണ് നമ്മുടെ ടൈം ബ്ലോക്കിംഗ് ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് കണ്ടറിയാം. ഇനിവേ ഇതെല്ലാം പാക്ക് ചെയ്ത് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം റെഡി ആയിട്ട് പോവാം. സോ റെഡി ആയിട്ടുണ്ട് ക്ലാസ്സിലേക്ക് പോകാൻ. സോ സ്റ്റാർട്ട് നമുക്ക് പോവാം. സോ നമ്മൾ ലക്ഷ്യയിലോട്ട് വന്നു, നമ്മൾ പഠിക്കാൻ തുടങ്ങി. ആൻഡ് നമ്മളിപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. നമ്മളൊരു വീഡിയോ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആക്കി. ഇനി ഇന്നത്തെ ഒരു വീഡിയോ കാണണം, അതും ടാക്സിൽ. സെൻട്രൽ ബീം ക്ലാസ് ലാസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. സോ ഇപ്രാവശ്യം ഡബിൾ എയും ടാക്സും നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ചെറിയ അഡീഷണൽ വർക്ക് എന്തായാലും ഇൻപുട്ട് ചെയ്യണം. സോ നമുക്ക് ടൈം ഉണ്ട്, അതിലോട്ട് തുടക്കം. നമ്മുടെ ലൈബ്രറിയിൽ നമുക്ക് പ്രവേശനമില്ല. ലൈബ്രറിയിൽ നമുക്കുള്ള പാസ് ഇന്നൊക്കെ CA-ക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. സോ നമ്മൾ ക്ലാസ് ഫുൾ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നത് കാണാം. ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ടൈം 4:40 ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് ക്ലാസ്സിൽ ആരുമില്ല, എല്ലാവരും പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കറൻ്റ്ലി ഈ സെൻട്രൽ ബീം മാമിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് CGT ലയബിലിറ്റി. അതിൽ നമ്മളിപ്പോൾ റിലീഫിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം CGT ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റിലുള്ള ഏറ്റവും വീക്കസ്റ്റ് ഭാഗം ഇതും കോർപ്പറേറ്റ് ടാക്സും ആയിരുന്നു. സോ അതാദ്യം കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ പ്ലാൻ. സോ CGT ലയബിലിറ്റി നന്നായി പോകുന്നുണ്ട്. നമ്മൾക്ക് ഈ വീക്കത്തെ ഷെഡ്യൂളും എത്തിയിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതാണ് നമുക്ക് ഈ വീക്കിലുള്ള ഷെഡ്യൂൾ. ഫുൾ രാത്രി 4 ദിവസം രാത്രിയും 2 ദിവസം ഉച്ചയ്ക്കുമാണ്. ഈ ഉച്ചയ്ക്കുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ശനിയാഴ്ചത്തെ അറിയില്ല, ബട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഓഡിറ്റിൻ്റെ ക്ലാസ്സസ് ഒന്നും അടുത്തൊന്നുമില്ല, ബട്ട് സാറ്റർഡേ ഉണ്ടാവും. സോ സാറ്റർഡേത്തെ ഒരു ദിവസം ക്ലാസ് മാത്രം മിസ്സാവും. ഇപ്പോൾ കറൻ്റ്ലി CGT നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ ചോദ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചോദ്യങ്ങൾ ചെയ്യണം. ഇതിന് ശേഷം എനിക്ക് എക്സാംസ് പെൻഡിങ് ഉണ്ട്, എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ഓഡിറ്റും ചെയ്യണം. ഓഡിറ്റ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഫോക്കസ്. നമുക്കിനി വരാൻ പോകുന്ന നാളെ മെൻറ്റർഷിപ്പ് ഉണ്ട്, മറ്റന്നാൾ മെൻറ്റർഷിപ്പ് ഉണ്ട്, അതിൻ്റെ അടുത്ത ദിവസം മെൻറ്റർഷിപ്പ് ഉണ്ട്. സോ കണ്ടിന്യൂസ് 3 days മെൻറ്റർഷിപ്പ്. അതിൻ്റെ ഇടയിൽ ഞാൻ ടാക്സും കംപ്ലീറ്റ് ചെയ്യണം. മെൻറ്റർഷിപ്പ് ഉള്ളത് ഓഡിറ്റിൻ്റെ പറയാൻ. നമ്മുടെ സിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ പ്ലാൻ പ്രകാരം ഒരു കാര്യം നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. നമുക്ക് ഡബിൾ എയുടെ
പോർഷൻസ് എടുക്കാൻ പറ്റിയില്ല. പകരം നമ്മൾ ഇവിടെ ടാക്സ് തന്നെ ആഡ് ചെയ്തു. ഈ 2 ടാക്സ് കംപ്ലീറ്റ് ചെയ്തു. എന്നാലും ഇതും റീപ്ലേസ് ചെയ്തിട്ട് വേറെ ടാക്സ് ചെയ്യുന്നുണ്ട്. ടീ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഒരു ടാക്സ് കംപ്ലീറ്റ് ചെയ്യണം. മെയിൻ ടാർഗറ്റ് ഈ വീക്ക് ആകുമ്പോഴേക്കും ടാക്സിലും മേജർ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കണം. ബിക്കോസ് നമുക്കിനാകെ 28 ഡേയ്സ് ഉള്ളൂ എക്സാമിന്. ടാക്സിന് നോക്കുകയാണെങ്കിൽ 29 ഡേയ്സ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എനിക്ക് 1-ാം തീയതി ഡബിൾ എക്സാം എഴുതണം. അതുകൊണ്ട് നമുക്ക് ആ ഡേ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അതിന് മുന്നത്തെ ഡേയും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ പഠിക്കാനുള്ള ദിവസം നോക്കുകയാണെങ്കിൽ ഓൺലി 27 ഡേയ്സ് ടു ലെഫ്റ്റ്. സോ ആരും ടാക്സ് പഠിക്കുന്നുണ്ട് പറഞ്ഞാൽ ഡു യുവർ ബെസ്റ്റ്, പുട്ട് യുവർ എഫർട്ട് ഫുള്ളി. എന്തായാലും ടാക്സ് സിമ്പിൾ പേപ്പറാണെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ അറ്റംപ്റ്റ് എൻ്റെ കയ്യിലിരിപ്പ് കാരണം പൊട്ടിയതാണ്. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ACC സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഇവ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ACCക്കുള്ളത്. ഞാൻ ACCയുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ACCനെ റിലേറ്റ് ചെയ്തിട്ട് എന്താ ദിസ് ഈസ് എ ഗ്രൂപ്പ്. ACCക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡൗട്ടും ഇവിടെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ഓൺലൈനിലുണ്ടാവും. നിങ്ങൾക്ക് വേണ്ട ഡൗട്ടെല്ലാം ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും റിപ്ലൈ തരും. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിലല്ലാണ്ട് ഇവിടെ വേറെ കുറേ ഗ്രൂപ്പ്സ് കാണാം. ഇതെല്ലാം ACC പാസ് ഔട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ട ഗ്രൂപ്പ്സാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഇൻറ്റേർണൽ ഓഡിറ്റ്. സോ ഇവർ ബേസിക്കലി അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എല്ലാം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പറയും നമുക്കിന്ന ഓഡിറ്റർ വേണം, 2 ദിവസം 3 ദിവസത്തേക്ക് ഓഡിറ്റർ. സോ ഇഫ് യു ആർ ഫ്രീ നിങ്ങൾക്ക് ഇവിടെ പോയി വർക്ക് ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് ലൈക്ക് വേജസ് ലൈക്ക് 4 days 2 days like 1,000 2,000 3,000 സംതിങ് അറൗണ്ട് ലൈക്ക് ദാറ്റ്. ആൻഡ് എല്ലാം തന്നെ ഇന്ത്യയിലകത്തുള്ള ആൾക്കാർ ഓഡിറ്റ് ആണ് ഇതെല്ലാം, ബാക്കിയൊന്നും ഇല്ല. ബട്ട് നമുക്ക് എക്സ്പീരിയൻസ് നേടാൻ ഇത് മതിയാവുന്നു, ധാരാളം എനിക്ക് തോന്നുന്നു. ആൻഡ് എന്തായാലും ACC കഴിഞ്ഞിട്ട് 3 years വർക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ 1 year ടീച്ചിങ് ആയാലും കുഴപ്പമില്ല. ഇനിവേ നമുക്ക് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ടാക്സ് വീണ്ടും പഠിക്കാം. നമ്മളപ്പോൾ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ അത്യാവശ്യം കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതിയും കൂടി കംപ്ലീറ്റ് ആക്കണം, എന്നാലേ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് ക്ലാസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്, ക്ലാസ്സിൽ ആരും ഇല്ലാണ്ട് കിട്ടിയത്. സോ ബേസിക്കലി സാർ അവിടെ നിൽക്കും, ആ വൈറ്റ് ബോർഡ് സാർ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ പ്രൊജക്ടറിൽ എപ്പോഴും ക്ലാസ് ഉണ്ട്. പിന്നെ ഈ AC വൺ ഓഫ് ദ മോസ്റ്റ് എനിക്കിഷ്ടപ്പെടാത്തൊരു സാധനം. കറക്റ്റ് തലയ്ക്കാനടിക്കും, ഇരിക്കുന്ന സ്ഥലം എപ്പോഴും നോക്കിയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് ആക്ച്വലി സൈലം ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു. കാരണം സൈലത്തിൻ്റെ ബിൽഡിംഗ് എക്സാക്ട്ലി സെയിം ആണ്. സൈലത്തിലെ വിശാൽ സാറിൻ്റെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ സാറിൻ്റെ ക്ലാസ് വിശാൽ സാറിൻ്റെ ക്ലാസ് എക്സാക്ട്ലി സെയിം ആണത്. സോ ഇവിടെ ആദ്യം സൈലമാണ് വരാൻ വേണ്ടി നിന്നും തോന്നുന്നു. ബിക്കോസ് ഓൾ ഓഫ് ദ ലേഔട്ട്സ് ആർക്കിടെക്ചേഴ്സ് ഫുൾ സൈലത്തിൻ്റെ ഒരു പ്ലാനാണത്. ഈ സൈലത്തിലുള്ള സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞാൽ ക്ലാസ് കാണുമ്പോൾ ഫെമിലിയർ ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. എനിവേ നമുക്ക് ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് വേഗം നമ്മളിപ്പോൾ കറൻ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഏകദേശം വി ഹാവ് 1 hour ടു കംപ്ലീറ്റ്. 1 hour എന്തായാലും നമുക്കൊരു 1 and 30 minutes എന്തായാലും എടുക്കും ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴേക്കും. ആക്ച്വലി ചോദ്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല സുഖമായിട്ടുണ്ട്. ബിക്കോസ് ആദ്യത്തെ 2 ചോദ്യം തെറ്റും, ബട്ട് 3rd and 4th കിട്ടുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഡോൾപ്പമൈൻ ഹിറ്റ് കിട്ടും. ദാറ്റ്സ് ആക്ച്വലി ഗുഡ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സിംപ്ലി ആസ്കിങ്. ഇപ്പോൾ ടൈം 6 മണിയായി. നമ്മൾ ടീ ബ്രേക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൂടാതെ ഇപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ 6 o'clock ആയി. സോ നമ്മളെന്തായാലും ക്ലാസ് എന്തായാലും പോകണം. അവർ ക്ലാസ് ക്ലോസ് ചെയ്യണം, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യണം. സോ നമുക്ക് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ബാഗിലാക്കിയിട്ട് സോ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് പോകാം. യോ ഫുൾ ഡാർക്ക്. സോ ലക്ഷ്യം ചെറുതായി കാണിച്ചു തരാം. ലക്ഷ്യ ദാറ്റ്സ് അവിടെ നമ്മൾ വെള്ളം കുടിക്കും. ദെൻ
ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, അവിടെ ഒരു ക്ലാസ് ഉണ്ട്, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. സോ ആക്ച്വലി ലക്ഷ്യം ക്ലോസ് ചെയ്യാണ്, അതുകൊണ്ട് നത്തിങ് ടു ഷോ ഇൻ ദിസ് ഡാർക്ക്. നമുക്ക് ലൈബ്രറിയിലോട്ട് പോവാം. സോ നമ്മൾ ലക്ഷ്യയിൽ ഇന്നത്തെ ഡേ ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷ്യയിൽ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി സെക്ഷൻ കഴിഞ്ഞു. ഇനി ഹോസ്റ്റലിൽ പോയിട്ടാണ് സ്റ്റഡി സെക്ഷൻ ചെയ്യേണ്ടത് ബാക്കി. ആൻഡ് വണ്ടി ഇവിടെ ഉണ്ട്, നമുക്ക് വേഗം കയറിയിട്ട് പോവാം. സോ ഇനി ഹോസ്റ്റലിലെത്തിയിട്ട് ഫുഡ് ഫ്രഷായിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ്. സോ ഹോസ്റ്റലിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ചു. സോ ഇപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഇപ്പോൾ ടൈം 10 o'clock ആകാറായി. നമുക്കിനി നാളത്തേക്കുള്ള പ്ലാൻ ചെയ്തിട്ട് കുറച്ച് നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കണം. എന്തായാലും നോക്കാൻ പറ്റാൻ ടൈമില്ല ഇനി. സോ ഇന്നെടുത്തെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പ്രെയറും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം കിടക്കാം. അതിന് മുന്നേ ഒരു 10 minutes റെസ്റ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റും കൂടി ചെയ്യണം. സോ എന്തായാലും നാളെ കാണാം.